Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa alihi wa sahbihi ajma'in. Amma ba'du, fa'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Wa nuridu an namunna 'alal ladhina istud'ifu fil ardh wa naj'alahum a'immatan wa naj'alahumul warithin. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺപറഞ്ഞു പോയ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങളോടുള്ള ആഭിമുഖ്യവും വരും തലമുറയെ അത് ശീലിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു സംഭവം പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ ആശൂറ നോമ്പുമായി ബന്ധപ്പെട്ടാണത്. റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ആശൂറ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദാത ആശൂറ ഇലാ ഖുറൽ അൻസാരില്ലതി ഹൗലൽ മദീന. ഒരു ആശൂറ ദിവസത്തിൽ പ്രഭാതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് ചുറ്റുമുള്ള അൻസാരികളുടെ ഗ്രാമങ്ങളിലേക്ക് ഒരു സന്ദേശവാഹകനെ അയച്ചു. മൻ കാന അസ്ബഹ സായിമൻ ഫൽയുതിമ്മ സൗമഹു വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി. ഇന്ന് നോമ്പുകാരനായി പ്രഭാതത്തിലുള്ളവർ നോമ്പ് പൂർത്തിയാക്കണം. ഭക്ഷണം കഴിച്ചു പോയവർ പകലിന്റെ ബാക്കി സമയം നോമ്പുകാരനെ പോലെ ജീവിക്കണം എന്നും പ്രഖ്യാപിക്കാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. സഹാബാക്കൾ ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫകുന്നാ ബഅദ ദാലിക നുസവ്വിമുഹു വനുസവ്വിമു സിബിയാനന സിഗാർ മിൻഹും ഇൻഷാ അല്ലാഹ്. ഈ കൽപ്പന ലഭിച്ചതോടെ സഹാബത്ത് ആ ദിവസം പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അവർ പറയുന്നു, ഞങ്ങളുടെ ചെറിയ മക്കളെ പോലും ആശൂറ എന്ന നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശീലിപ്പിച്ചു. فإذا ونذهب إلى المسجد فنجعل لهم اللعبة من العهن فإذا بكى أحدهم على الطعام أعطيناها إياه عند الإفطار. പകൽ സമയങ്ങളിൽ വിശപ്പ് കാരണം കുട്ടികൾ കരയുമ്പോൾ സ്വഹാബി വനിതകൾ അവരെ വഴക്കു പറയുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്തില്ല. പകരം കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ കമ്പിളി നൂലുകൾ കൊണ്ട് ലളിതമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചു നൽകി. ആ കളിപ്പാട്ടങ്ങളുമായി കുട്ടികൾ പള്ളിയിൽ സമയം ചെലവഴിക്കും. അങ്ങനെ കളിയിൽ മുഴുകി തങ്ങളുടെ വിശപ്പുകൾ മറന്നുകൊണ്ട് ഞങ്ങളുടെ നമസ്കാരത്തിന്റെ പുറകിലായി സഫിൽ കളിപ്പാട്ടവുമായി കളിക്കുന്ന കുട്ടികളെ ആശൂറ എന്ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഞങ്ങൾ ശീലിപ്പിച്ചിരുന്നു.
ഒടുവിൽ മഗ്‌രിബ് സമയത്ത് മുതിർന്നവർക്കൊപ്പം ബോംബ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിലെ ഹൃദ്യമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൽ ഓർമ്മപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങളുടെ ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്ന മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം. വിശുദ്ധ ഖുർആനിൽ പുണ്യമാസം എന്ന് വിശേഷിപ്പിച്ച 4 മാസങ്ങളിൽ ഒന്നാണിത്. അല്ലാഹു തആല പറയുന്നു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളുടെ സൃഷ്ടി നടന്ന നാൾ തൊട്ട് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ പ്രമാണം അനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 മിൻഹാ അർബഅത്തുൻ ഹുറും. അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ടവയാണ്. ഇതാണ് യഥാർത്ഥ നിയമക്രമം. ദാലിക ദീനുൽ ഖയ്യിം. അതുകൊണ്ട് ആ 4 മാസം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുത്. ദുൽഖഅദ്, ദുൽഹജ്ജ്, റജബ്, മുഹറം, റജബ് എന്നിവയാണ് ഈ 4 മാസങ്ങൾ. ഇത് 4 ശ്രേഷ്ഠകരമായ മാസം എന്ന്, യുദ്ധം വിലക്കപ്പെട്ട മാസം എന്ന വിഷയത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഏകാഭിപ്രായക്കാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർഷത്തിൽ 12 മാസമാണുള്ളത്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് ഇവ പരിശുദ്ധ മാസവുമാണ്. എന്നാലും ഈ 4 മാസങ്ങൾ ഖുർആനിൽ നേരിട്ട് വിശുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. മാത്രമല്ല, ഈ മാസങ്ങളുടെ പുണ്യത്തെ മക്കയിലെ അവിശ്വാസികൾ പോലും അംഗീകരിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ 4 മാസവും ബാക്കി 8 മാസവും ഒരുപോലെയാണ്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഇവയുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ സവിശേഷമായി എടുത്തു പറഞ്ഞു. അള്ളാഹു അവന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുമ്പോൾ ആ സമയത്തിന്റെ കൃപ കൈവരിക്കാൻ, അനുഗ്രഹം കൈവരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഈ 4 മാസത്തെ പവിത്രത പ്രത്യേകമായി അവർ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം 3 വർഷങ്ങളെ മുൻനിർത്തിയാണ് മുഹറം മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് മുഹറമിലെ പ്രധാന സ്ഥാനം? മുസ്ലിം ഉമ്മത്ത് വ്രതമനുഷ്ഠിക്കുന്നത് 3 താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. ഒന്ന്, മുഹറത്തിന്റെ തികച്ചും ആത്മീയമായ തലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മാസം എന്ന് മുഹറത്തെ പ്രത്യേകം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും. മുഫസ്സിറുകൾ ഷഹറുല്ലാഹിൽ മുഹറമിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാം, അറബി ഭാഷയിൽ അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്ത് പറഞ്ഞാൽ അതിന് ഇളാഫത്തു തശ്രീഫിൻ വതഅദീം, അത് മഹത്വവൽക്കരിക്കാനും ആദരിക്കാനും വേണ്ടി അല്ലാഹു തആല ചേർത്ത് പറഞ്ഞതാണ്. ഖുർആനിൽ അങ്ങനെയുള്ള ചില ചേർത്ത് പറയലിന്റെ ഇളാഫത്തിന്റെ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ബൈത്തുല്ലാ, പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ ഭവനം എന്ന്. നാഖത്തുല്ലാ, സാലിഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഉദ്ധരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇളാഫത്തു തശ്രീഫിൻ വതക്രീമിൻ, ഇത് മഹത്വവൽക്കരിക്കാനുള്ള ഇളാഫത്താണ് എന്ന് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് മുഹറമിന്റെ ആത്മീയ തലം എന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് നമ്മുടെ ബാധ്യത മുഹറം മാസത്തിൽ പരമാവധി നന്മകൾ ചെയ്തും തിന്മകളിൽ നിന്ന് വിട്ടുനിന്നും അതിന്റെ പവിത്രതയും ആദരവും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആശൂറ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റൊരു ദിവസത്തെയും പ്രവാചകൻ പ്രതീക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. അതേപോലെ റമളാൻ മാസത്തെയും അവിടുന്ന് ആറ്റുനോറ്റ് കാത്തിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിലുള്ളത്, സുഇല അൻ സൗമി യൗമി ആശൂറ, ആശൂറ ദിനത്തിനെ കുറിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, യുകഫിറുല്ലാഹു ബിഹി സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞ 1 വർഷത്തെ പാപങ്ങൾ ഒരാൾക്ക് പൊറുപ്പിച്ചെടുക്കാൻ പര്യാപ്തമായ ദിനമാണ് ആശൂറ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞു. മുഹറമിന്റെ ആത്മീയ തലവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് പഠിക്കാനുതകുന്ന 2 ഹദീസ് വചനങ്ങളിലൂടെ റസൂൽ മുഹറമിൽ നിന്നൊരു വിശ്വാസി താല്പര്യം കാണിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നത് ആ തലത്തിലാണ്. മുഹറമിന് ദീൻ പരിചയപ്പെടുത്തുന്ന 2ാമത്തെ തലം
അതിന്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ചാണ്. മുഹറമിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, മുഹറമിന് ഒരു രാഷ്ട്രീയ തലമുണ്ട്. അതിജീവനത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്ന, യഥാർത്ഥത്തിൽ വിമോചനത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന ഒരു മാസം എന്ന നിലയിൽ മുഹറത്തിന് വലിയ ചരിത്ര സാക്ഷ്യമുണ്ട്. അതിജീവനത്തിന്റെയും വിമോചനത്തിന്റെയും അനന്ത സാധ്യതകളിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. ചരിത്രത്തിൽ ഹിജ്റ സംഭവിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള പലായനം സംഭവിച്ചത് സഫറിലും റബീഉൽ അവ്വലിലാണെങ്കിൽ കൂടിയും, പക്ഷെ യഥാർത്ഥത്തിൽ ഹിജ്റയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും ആസൂത്രണങ്ങളും ആരംഭിച്ചത് മുഹറമിലാണ്. എന്നല്ല, രണ്ടാം അഖബ ഉടമ്പടി ആരംഭിക്കുന്നത് ദുൽഹജ്ജിന്റെ അവസാന സമയത്തും മുഹറമിന്റെ ആദ്യ സമയത്തുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായം അതിജീവനത്തിന്റെ സാധ്യതകൾ ഒരുപക്ഷെ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഏറെ അന്വേഷിക്കേണ്ടുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് നടന്നു പോകുന്നത്. ഹിജ്റയെ കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഹൃദയത്തിൽ തട്ടിയപ്പോൾ വാർദ്ധക്യത്തിന്റെ അവശതകൾ പോലും പരിഗണിക്കാതെ ഹിജ്റയ്ക്ക് പുറപ്പെട്ട വളരെ ശൈഖായിട്ടുള്ള പ്രായം ചെന്ന ഒരു സഹാബിയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ചരിത്രമാണ്. വിമോചനത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ച് തന്റെ വാർദ്ധക്യത്തിന്റെ പാരവശ്യതകളെ പോലും അവഗണിച്ചുകൊണ്ട് ഒരു സഹാബി വര്യൻ വാർദ്ധക്യത്തിന്റെ എല്ലാ പെടാപ്പാടുകൾക്കിടയിലും അദ്ദേഹം വിമോചനത്തിന്റെ അനന്തവിഹായസിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രവാചകന്റെ കൂടെയുള്ള മനക്കരുത്തുള്ള സഹാബികളെല്ലാം മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് പലായനം ചെയ്ത് അവിടെ മദീനത്ത് നബി ആയി കഴിഞ്ഞ സന്ദർഭം. പ്രായാധിക്യത്താൽ ലംബ്ര ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല മക്കയിൽ കഴിയുകയാണ്. ശിർക്കിന്റെയും അടിച്ചമർത്തലിന്റെയും അന്തരീക്ഷം ശ്വാസം മുട്ടി കഴിയുമ്പോഴാണ് സൂറത്തുൻ നിസായിലെ അതിശക്തമായ ഒരു വചനം പേമാരി പോലെ ലംബ്ര ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആലയുടെ ഹൃദയത്തിൽ പതിക്കുന്നത്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർളി ഖാല അലം തകുൻ അർളുല്ലാഹി വാസിഅത്തുൻ ഫതുഹാജിറൂ ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നമു വസാഅത് മസീറാ. ഈ ആയത്ത് ലംബ്ര ബിൻ ജുന്ദുബ് റളിയല്ലാഹുവിന്റെ ഹൃദയത്തിൽ ഒരു ഇടിത്തി പോലെ വന്നു വീണു. സ്വന്തത്തോട് അതിക്രമം ചെയ്ത് ജീവിക്കെ മരണം പുലകുന്ന ആളുകളോട് മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? അവർ പറയും, ഭൂമിയിൽ ഞങ്ങൾ അവശരും അടിച്ചമർത്തപ്പെട്ടവരുമായിരുന്നു. ആ സന്ദർഭത്തിൽ മലക്കുകൾ അവരോട് ചോദിക്കും, അലം തകുൻ അർളുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വളരെ വിശാലമായിരുന്നില്ലേ? അതിനകത്ത് നിങ്ങൾക്ക് പലായനം ചെയ്തുകൂടായിരുന്നോ? വിശുദ്ധ ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് വസാഅത് മസീറ, അക്കൂട്ടരുടെ അഭയം നരകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശ്വാസ സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിൽ ശിർക്കിന്റെ അതീശത്വത്തിന് കീഴിൽ പീഡനങ്ങൾ സഹിച്ചു കഴിയുന്നതിന് ഞങ്ങൾ ദുർബലരായിരുന്നു എന്ന് ഒഴിവ് പറയുന്നവരോടുള്ള മലക്കുകളുടെ ചോദ്യമാണ് സൂറത്തുൻ നിസായിലെ ആയത്തിന്റെ അവസാനത്തെ വാചകത്തിലുള്ളത്. അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഇത് കേട്ടപ്പോൾ മഹാനായ ആ വയോധികന്റെ ഉള്ള് വല്ലാതെ പിടഞ്ഞു. ഭയം കൊണ്ട് അദ്ദേഹം വിറച്ചു. തൊട്ടടുത്ത ആയത്തുകൾ കൂടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇടുത്തി പോലെ വീണ്ടും വീടുന്നു. ഇല്ലൽ മുസ്തദഅഫീന മിനൽ റിജാലി വന്നിസാഇ വൽ വിൽദാൻ ലാ യസ്തതീഊന ഹീലതൻ വലാ യഹ്തദൂന സബീല. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പെട്ട തന്ത്രങ്ങളൊന്നും അറിയാത്ത, ഒരു മാർഗവുമില്ലാത്ത അതീവ ദുർബലർ ഒഴികെ അവർക്ക് ഒഴിവ് കഴിവുണ്ട് എന്ന ആയത്ത് തൊട്ടുടെ അവതരിച്ചു. അതേ അല്ലാഹു തആല ചിലർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ലംബ്ര റളിയല്ലാഹു ചിന്തിക്കുകയാണ്, ഈ ഇളവുകാരുടെ കൂട്ടത്തിൽ വയോധികൻ എന്നൊരു വാക്ക് പടച്ചവൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ശരീരത്തിന് ക്ഷീണവും രോഗവും ഉണ്ട് എന്നത് ശരിയാണ്, എന്റെ ശരീരം തളർന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഒരു വഴി കണ്ടെത്താനുള്ള ബുദ്ധിപരമായ ശേഷി എനിക്കിപ്പോഴുമില്ലേ. പിന്നെ ഞാൻ എങ്ങനെ ഈ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കും? ലംബ്ര ബിൻ ജുന്ദുബ് ചിന്തിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വാർദ്ധക്യത്തിലും അള്ളാഹുവിന്റെ ദീനിനോട് പ്രതിബദ്ധത കാക്ഷിക്കുന്ന, പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്ന മഹാനായ ഒരു സഹാബി വര്യൻ അദ്ദേഹം തന്റെ കരുത്തരായ ആൺമക്കളെ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇഹ്മിലൂനി ഫഅഖ്രിജൂനി മിൻ അർദിൽ മുശ്രികീന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ചുമന്ന് നിങ്ങൾ എന്റെ ഒട്ടകപ്പുറത്തേക്ക് ഇരുത്തു,
ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദൂതനിലേക്ക് പോവുകയാണ്. ഇനിയും ഈ മുശ്രിക്കുകൾക്കിടയിൽ എനിക്ക് ജീവിക്കാൻ വയ്യ. മക്കളുടെ സഹായത്തോടെ ആ വൃദ്ധനായ സഹാബി വര്യൻ ഒട്ടകപ്പുറത്തേറി മദീന ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഹറമിന്റെ അതിർത്തി കടന്ന് തൻഈം എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ലംറ റളിയല്ലാഹുവിന്റെ രോഗം മൂർച്ഛിക്കുന്നു. ഒട്ടകപ്പുറത്ത് നിന്ന് വീടുമെന്നായപ്പോൾ മക്കൾ അദ്ദേഹത്തെ വീണ്ടും താഴെ ഇറക്കി കിടത്തി. തന്റെ മരണം അടുത്തു, താൻ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ സച്ചരിതനായ സഹാബി വര്യൻ തന്റെ വലത് കൈ കൊണ്ട് ഇടത് കൈപ്പത്തിക്ക് മുകളിൽ അടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, റബ്ബേ, ഇത് നിന്റെ ദാസൻ നിന്റെ മാർഗത്തിൽ പുറപ്പെട്ടതിന് നിന്നോട് ചെയ്ത ഉടമ്പടിയാണ്. വീണ്ടും ഒരു തവണ കൂടി ലംറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല വീണ്ടും അതേപോലെ കൈകൾ അടിച്ചുകൊണ്ട് പറഞ്ഞു, നാഥ, ഇത് നിന്റെ റസൂലിനുള്ള ഉടമ്പടിയാണ്, നീ ഇത് സ്വീകരിക്കണമേ. ആ തൻഈമിന്റെ മണ്ണിൽ കിടന്ന് ലംറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അദ്ദേഹം മരണം പുൽകി അല്ലാഹുവിലേക്ക് യാത്രയായി. ഹിജ്റ പുറപ്പെടാൻ കഴിവുകൾ ഒരുപാടുണ്ടായിരിക്കെ മലക്കുകളുടെ ചോദ്യശരമുറത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ താൻ അടയാളപ്പെടുത്തേണ്ടതിനെ കുറിച്ചോർത്ത്, തന്റെ ഈ പുരുഷായുസ് ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കേണ്ടതിനെ കുറിച്ചോർത്ത് മഹാനായ ലംറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അല്ലാഹുവിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ഹിജ്റ പൂർത്തീകരിക്കാൻ കഴിയാതെ തൻഈമിൽ വെച്ച് അദ്ദേഹം ഉരുണ്ടു പിടിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. മദീനയിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ അല്ലാഹുവിങ്കൽ ആ ഹിജ്റ പൂർണ്ണമായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ത്യാഗത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആയത്തുകൾ അവതരിക്കുകയാണ്. വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ് യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും പലായനം ചെയ്തുകൊണ്ട് ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും പിന്നീട് ആ വഴിയിൽ വെച്ച് മരണമടയുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം പടച്ചവന്റെ അടുക്കൽ ഉറപ്പായി കഴിഞ്ഞു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഹറം മുന്നിൽ വെച്ചുകൊണ്ട് ലംറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത് എന്താണ്? വാർദ്ധക്യവും രോഗവും ഉണ്ടായിട്ട് ഒരു വിമോചനത്തിന്റെ വഴി തേടാൻ ബുദ്ധിപരമായ ശേഷിയുള്ളിടത്തോളം അള്ളാഹുവിന്റെ ഇളവുകാരിൽ പെടില്ലെന്ന് ലംറ ബിൻ ജുന്ദുബ് മനസ്സിലാക്കി. ഒന്ന് അവശതയാകുമ്പോഴേക്കും കസേരയിടുന്ന നമ്മൾ, ഒന്ന് അവശതയാകുമ്പോഴേക്കും ഒന്ന് ഇരുന്നു നോക്കാനും ചാരി നിൽക്കാനും ഒന്ന് ചരിഞ്ഞു കിടക്കാനും ശ്രമിക്കാതെ സ്വച്ഛന്തമായി കസേരയിലിരുന്ന് നമസ്കരിക്കുന്ന നമ്മൾ, ഇളവുകാർ ഒഴികെ, അതിന് പ്രയാസമുള്ള ആളുകൾ ഒഴികെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിമോചനത്തിന്റെ സാധ്യത നേടുന്നതിനപ്പുറത്ത് നിസ്സാരമായ ഇബാദത്തുകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ആ ഇളവുകളും നമ്മളും എവിടെ നിൽക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. തിന്മകളുടെയും ശീലക്കേടുകളുടെയും അതീശത്വത്തിന് മുന്നിൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ മനസ്സിനെ പണയം വെച്ചുകൊണ്ട് മാറ്റത്തിന് തയ്യാറാവാതെ നാം ജീവിക്കുന്നിടത്താണ് ലംറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിജ്റയുടെ ത്യാഗത്തിന്റെ വലിയ കഥ അദ്ദേഹത്തിന് പറയാനുള്ളത്. നാളെ റൂഹ് പിടിക്കാൻ മലക്കുകൾ വരുമ്പോൾ ഞങ്ങൾ സാഹചര്യങ്ങളുടെ ഇരകളായിരുന്നു, ദുർബലരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ആ മലക്കുകളുടെ മറുപടി എന്തായിരിക്കും എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹറമിന്റെ വിമോചനത്തിന്റെ പാഠത്തിൽ നിന്ന് വിശ്വാസികളായി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്, തിന്മകളിൽ നിന്നുള്ള ഒരു ഹിജ്റയ്ക്ക് നാം എന്ന് തയ്യാറാകുമെന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആശൂറാക്ക് നമ്മോട് ചോദിക്കുന്നത്. നമ്മളും നമ്മുടെ തൻഈം വരെയെങ്കിലും, ലംറത്ത് ബിൻ ജുന്ദുബ് എത്തിയ ഒരു തൻഈമുണ്ട്, ആ തൻഈം വരെയെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ വരെയെങ്കിലുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. ലംറ റളിയല്ലാഹു അൻഹുവിനെ സാക്ഷ്യപ്പെടുത്തിയ സൂക്തത്തിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു തആല പറയുന്നു, പതിതാവസ്ഥ വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് സഞ്ചരിക്കാൻ, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഈ ഭൂമിയിൽ അവർക്ക് അനേകം മെച്ചപ്പെട്ട ഉപജീവന സൗകര്യങ്ങളും അഭയസ്ഥലങ്ങളും അവർക്ക് ലഭിക്കാതിരിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്ന നിലയിൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, നാം പരിചയിച്ചു പോയ ദുശീലങ്ങളിൽ നിന്ന് ഒന്ന് അകന്നു നിൽക്കൽ, ഇത് നമ്മുടെ ബാധ്യതയാണ്. ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായി പടച്ചവനിലേക്ക് ഒരു ചുവട് വെച്ചാൽ ബാക്കി പടച്ചവൻ ഏറ്റെടുക്കും എന്നാണ് അല്ലാഹു തആല ലംറ റളിയല്ലാഹു തന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഒരു പുതുവർഷപ്പിറവി ലോകത്തിന് നൽകുന്ന പല സന്ദേശങ്ങളുമുണ്ട്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് അൽ അഷ്ഹുറുൽ ഹുറും, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നായ മുഹറം കൊണ്ടാണ് എങ്കിൽ അത് അവസാനിക്കുന്നത് അവയിൽപ്പെട്ട ദുൽഹജ്ജ് കൊണ്ടാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 2 വിശുദ്ധ മാസങ്ങൾക്കിടയിൽ ഒരു വർഷം. മുഹറം കൊണ്ട് തുടങ്ങി റജബിലൂടെ കടന്ന് ദുൽഖഅദയും കടന്നൊടുവിൽ ദുൽഹിജ്ജ കൊണ്ട് ഒരു വർഷം അവസാനിക്കുമ്പോൾ ഇസ്ലാം ലോകത്തിന് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. യുദ്ധമില്ലാത്ത നാടുകൾ, കലഹം വേണ്ടതില്ലാത്ത നാടുകൾ, പ്രയാസമില്ലാത്ത ദിവസങ്ങൾ. യഥാർത്ഥത്തിൽ ഇസ്ലാം ലോക സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം യഥാർത്ഥത്തിൽ അതാണ്. ഒരു വർഷം അത് യുദ്ധരഹിതമായ മാസം കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ വർഷം അവസാനിപ്പിക്കുന്നത് മറ്റൊരു യുദ്ധരഹിതമായ മാസം കൊണ്ടാണ്. ഇസ്ലാം ലോകത്തുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹിക സംവിധാനത്തിന്റെയും സാമൂഹിക അന്തരീക്ഷത്തിന്റെയും ആകത്തുകയാണ് മുഹറം കൊണ്ട് തുടങ്ങി ദുൽഹജ്ജ് കൊണ്ട് അവസാനിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മുഹറം കൊണ്ട് ഒരു വർഷം ആരംഭിക്കുമ്പോൾ ഈ ഒരു വർഷത്തിന്റെ തുടക്കം വിശ്വാസികൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ മാസം അഥവാ ദുൽഹജ്ജ് ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജ് എന്ന ആരാധന വിശ്വാസികൾക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മേൽ നിർബന്ധമാക്കിയ, അവൻ പരിശീലിപ്പിച്ച ആരാധനകളൊക്കെയും, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ദാനധർമ്മമാവട്ടെ, ഇവയൊക്കെയും പല രൂപത്തിൽ പ്രകടമാക്കുന്ന, ചേർത്ത് വെക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിന്റെ സാമൂഹിക വ്യവസ്ഥ സമൂഹത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ചില മൂല്യങ്ങൾ, വിട്ടുവീഴ്ച, സമത്വം, സാഹോദര്യം, കാരുണ്യം, ചേർത്തുപിടിക്കൽ, ഇവയെല്ലാം ഒന്നിക്കുന്ന, അതെല്ലാം നട്ടുവളർത്താൻ വേണ്ടി പരിശീലിപ്പിക്കുന്ന ആരാധനാ കർമ്മമാണ് ഹജ്ജ്. അതുകൊണ്ട് ആ ഹജ്ജിന് ശേഷമുള്ള ഒരു മാസം, ആ ഒരു മാസത്തെ പുതിയ വർഷത്തിന്റെ തുടക്കമായി പ്രഖ്യാപിക്കുമ്പോൾ ഹജ്ജിൽ നിന്ന് എന്തെല്ലാം മൂല്യങ്ങളാണോ, ഏതെല്ലാം നന്മകളാണോ വിശ്വാസികൾ സ്വായത്തമാക്കിയെടുക്കേണ്ടുന്നത്, അതെല്ലാം തങ്ങളുടെ നാട്ടിൽ ചെന്ന് നട്ടുവളർത്താനുള്ള ഒരു ശ്രമം, ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ഒരു വിശ്വാസി ചെയ്യേണ്ടുന്നത്. ഹാജിയുടെ ശ്രമവും യഥാർത്ഥത്തിൽ മുഹറത്തോട് ചേർത്ത് പഠിക്കേണ്ടതാണ്. വിശുദ്ധമായ ഖുർആൻ ഒരു സാമൂഹിക ക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ഇസ്ലാമിക സാമൂഹിക ക്രമം എന്ത് എന്ന ചോദ്യത്തിന് ഖുർആൻ ഒരൊറ്റ ആയത്തിൽ ഇതാണ് ഇസ്ലാമിന്റെ സാമൂഹിക ക്രമം എന്ന് പറയുന്ന അതിമനോഹരമായ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സബയിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു സാമൂഹിക ക്രമം, സമാധാനത്തിൽ അധിഷ്ഠിതമായ, നന്മകൾ പ്രചരിക്കുന്ന, ഭക്ഷ്യവിഭവങ്ങളെല്ലാം സമൃദ്ധമായി ലഭിക്കുന്ന, പടച്ച തമ്പുരാനോ നന്ദിയോടെ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ കുറിച്ചാണ് ഖുർആൻ അത് പറഞ്ഞു നിർത്തുന്നത്. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, ദൈവത്തിന്റെ സ്വന്തം നാട്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഒരു റോൾ മോഡലാണ്, വരച്ചു വെക്കപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക നേരിട്ട് കണ്ട് അനുഭവിച്ച് തങ്ങളുടേതായ നാടുകളിൽ നട്ടുവളർത്തുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ വിശ്വാസികൾ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് സ്വന്തം നാടുകളിലേക്ക് അവർ യാത്ര തിരിക്കുന്നത്. ആ ഒരു സന്ദേശത്തിന്റെ തന്നെ മാതൃകയുടെ പ്രായോഗികതയാണ് യഥാർത്ഥത്തിൽ അവരുടെ നാടുകളിലെല്ലാം അവർ നടപ്പാക്കുകയും ചെയ്യേണ്ടുന്നത്. അല്ലാഹു തആലയ്ക്ക് പ്രിയപ്പെട്ട മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹീതം എന്ന് പറഞ്ഞിട്ടുള്ള മാസങ്ങളിൽ ഒന്ന് പരിശുദ്ധ റമദാനാണ്. പക്ഷേ ആ റമദാനിനെ പോലും ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ടല്ല പടച്ചവൻ അതിനെ പറഞ്ഞത്. എന്നാൽ മുഹറം, നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളുടെ തുടക്കത്തിൽ അതിനെ പ്രാരംഭമായി നാട്ടപ്പെട്ട ഈ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത് ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നാണ്. അള്ളാഹുവിന്റെ മാസമായ മുഹറം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടത് അതിന്റെ മഹത്വത്തെ കുറിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ തുടങ്ങുന്ന ഒരു കാര്യവും പൂർത്തീകരിക്കപ്പെടുകയില്ല, മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ്. വിശ്വാസികൾ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ ഒരു വലിയ സ്വപ്നവുമായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ ആ വർഷത്തിന് തുടക്കം കുറിക്കുന്നത്. വലിയ ഒരു ദർശനത്തിന്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്ന സമയത്ത് അതൊരിക്കലും നിലച്ചു പോവാതിരിക്കണമെങ്കിൽ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട മുഹറം കൊണ്ട് തുടങ്ങണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു പുതുവർഷപ്പിറവി എന്നുള്ളത് കേവലം ഒരു പുതുവർഷപ്പിറവി മാത്രമല്ല, നേരെ മറിച്ച് അതൊരു പുതിയ ലോകത്തിന് വേണ്ടിയുള്ള തുടക്കമാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നു.
മുഹറം വലിയ പ്രതീക്ഷയുള്ള മാസമാണ്. യഥാർത്ഥത്തിൽ ആ മുഹറമിലാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വേച്ഛാധിപതിയായ അന റബ്ബുക്കുമുൽ അഅല, ഞാൻ നിങ്ങളുടെ പരമോന്നതനായ ദൈവമാണെന്ന് അവകാശപ്പെട്ട ഫറോവയ്ക്ക് മേൽ വിജയം വരിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ആ വിജയം വരിച്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന യഹൂദരും നോമ്പെടുത്തിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഫറോവയ്ക്കെതിരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജയം വരിച്ച അള്ളാഹുവിന്റെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് അധികാരം നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടത് മുഹറമിലാണ് എങ്കിൽ ആ മുഹറം വിശ്വാസ സമൂഹത്തിന് ഒരു പുതിയ വർഷത്തിന്റെ നാന്ദി കുറിക്കുമ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആധുനിക സ്വേച്ഛാധിപതികളുടെ കാലത്ത് അടിച്ചമർത്തപ്പെട്ട വിശ്വാസികൾക്ക് മുഹറം പോലെ ആശ്വാസം നൽകുന്ന ഒരു മാസവും വിശ്വാസ സമൂഹത്തിനില്ല. ഫറോവയെ പരാജയപ്പെടുത്തിയിട്ടുള്ള മുഹറമിൽ നിന്ന് തുടങ്ങി സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയപ്രഖ്യാപനം നടത്തിയ ഹജ്ജത്തുൽ വിദാഇൽ അവസാനിക്കുന്ന ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന ഓരോ വർഷം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷയുടെ പേമാരിയാണ് അവർ വർഷിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ സന്ദേശം, ഈ സന്ദേശം നിങ്ങൾക്ക് പ്രായോഗികമാക്കി തന്നില്ലേ എന്ന് ചോദിക്കുകയും ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു, താങ്കൾ അത് ചെയ്തിരിക്കുന്നു എന്ന് സഹാബെ കിറാമുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. ഫറോവയെ പരാജയപ്പെടുത്തിയ മൂസാ പ്രവാചകന്റെ വിജയത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള മുഹറമിൽ നിന്ന് തുടങ്ങി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ പൂർത്തീകരണം സാധ്യമായ ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന ഒരു വർഷം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിലനിൽക്കുന്ന ലോകത്തിന് വലിയൊരു സൂചന നൽകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഫറോവയെ പരാജയപ്പെടുത്തിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരു വാചകം പറഞ്ഞു വെക്കുന്നുണ്ട്, വദക്കിർഹും ബിഅയ്യാമില്ലാ, അല്ലാഹുവിന്റെ നാളുകൾ എന്നാണ് മൂസാ നബിയുടെ വിജയത്തെയും ഫറോവയുടെ പതനത്തെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ നാളുകൾ, ദക്കിർഹും ബിഅയ്യാമില്ലാ, അല്ലാഹുവിന്റെ നാളുകൾ പുതിയ കാലത്തെ സ്വേച്ഛാധിപതികളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സ്വേച്ഛാധിപതികളാവട്ടെ, അമേരിക്കയിലെ സ്വേച്ഛാധിപതിയാവട്ടെ, ഇസ്രായേലിലെ സ്വേച്ഛാധിപതിയാവട്ടെ, ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സ്വേച്ഛാധിപതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുഹറമിൽ വിശ്വാസ സമൂഹമായ നമുക്ക് പറയാനുള്ളത് ഫദക്കിർഹും ബിഅയ്യാമില്ലാ, അല്ലാഹുവിന്റെ നാളുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മുഹറമിൽ പിറന്നിട്ടുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ നാളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദുൽഹിജ്ജയിൽ പിറന്നിട്ടുണ്ട് എങ്കിൽ, ആ മുഹറമിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന ഈ കാലത്തിനിടയിൽ അള്ളാഹുവിന്റെ നാളുകൾ തിരിച്ചു വരും. അതിനുവേണ്ടി മുഹറമിലും മുഹറം അല്ലാത്ത ദിനങ്ങളിലും നമ്മൾ നോമ്പ് നോറ്റിരിക്കും എന്നതിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിമോചന സാധ്യതകളുടെ വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഞ്ഞ കിടന്നിരിക്കുന്നു, ഒരു മുഹറമത്തിന്റെ നോമ്പങ്ങോട്ട് അനുഷ്ഠിച്ചു കളയാം എന്നതിനും അപ്പുറത്തേക്ക് ഈ സ്വേച്ഛാധിപതികളുടെ കാലുകൾ തകർന്നു വീഴുന്നത് വരെ ഞങ്ങൾ നോമ്പ് നോക്കും എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മുഹറമിലെ ഓരോ ആവർത്തിത മുഹറമുകളിലെയും ആശുറായിലെയും നമ്മുടെ തീരുമാനവും നിശ്ചയവുമെങ്കിൽ ഏത് സ്വേച്ഛാധിപതികളും താഴെ വീഴും എന്നതിന് സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടിൽ നമുക്ക് കാണാൻ കഴിയും. മുഹറമിന്റെ രണ്ട് തലങ്ങളെ കുറിച്ച് പറഞ്ഞു. മുഹറമിന്റെ മൂന്നാമത്തെ തലം മുഖാലഫത്തുൽ യഹൂദ, ജൂത നിലപാടുകൾക്കെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറച്ച തീരുമാനമെടുത്തു എന്നതായിരുന്നു ആശുറായിലെ നോമ്പിലൂടെ യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കിയത്. മുഹറം മാസത്തെയും ഹിജ്റയെയും കുറിച്ച് പറയുമ്പോൾ ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നാം ഇന്ന് അനുഷ്ഠിച്ചിരിക്കുന്നത്. മൂസാ നബിയെയും വിശ്വാസികളെയും ഫിർഔന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. റസൂൽ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാർ നോമ്പ് അനുഷ്ഠിക്കുന്നു. നമുക്കറിയാം അതിന്റെ മറുപടിയും അതിന്റെ ചരിത്രവും ഒക്കെ അറിയാം. റസൂൽ പറഞ്ഞു, നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളാണ് നോമ്പ് അനുഷ്ഠിക്കാൻ അർഹതയുള്ളത്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ 9ാമത്തെ ദിവസം കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഖാലഫത്തുൽ യഹൂദ് അഥവാ ജൂതന്മാരോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കലായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ലക്ഷ്യം വെച്ചത്. അവർ 10 നോമ്പെടുക്കുമ്പോൾ നമ്മൾ 9ഉം 10ഉം ചേർത്ത് നോറ്റുകൊണ്ട് ഇസ്ലാമിന്റെ തനിമയും വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കണം എന്നതായിരുന്നു റസൂലിന്റെ അധ്യാപനം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജൂത വിയോജിപ്പ് ഏത് തരത്തിലുള്ളതായിരുന്നു നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച വിയോജിപ്പ് വെറും ഒരു ശാഠ്യമോ വെറും ഒരു അന്ധമായ ശത്രുതയായിരുന്നില്ല. മറിച്ച് മുസ്ലിം ഉമ്മത്ത് ഇവിടെ തനിമയോടെ പരിശുദ്ധതയോടുകൂടി നിലനിൽക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ച തീരുമാനമായിരുന്നു. സത്യത്തെ അന്ധമായി റസൂൽ എതിർത്തില്ല. ജൂതന്മാരെ നോമ്പെടുക്കുന്നത് മൂസാ നബിയുടെ രക്ഷാസ്മരണയ്ക്കാണെന്ന സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജൂതന്മാരോട് ഒരു അനുനയനവും അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ചില്ല എന്നതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ഉമ്മത്ത് വേദക്കാരായ ജൂതന്മാരുടെ അതേ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിന്റെ സവിശേഷതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന ദീർഘദൃഷ്ടിയുടെ അത്യുദാരമായ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 9ഉം 10ലെയും നോമ്പെടുക്കാനുള്ള അവിടുത്തെ തീരുമാനം. പുതിയ കാലത്ത് മുഖാലഫത്തുൽ യഹൂദിന്റെ അനന്ത സാധ്യതകൾ മുഹറം നോമ്പിന് മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയിൽ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും അവർ നിർബന്ധമായും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മുഹറം 9 നോമ്പെടുത്ത് നമ്മൾ ജൂതന്മാരോട് വിയോജിച്ചു എന്ന് വരുത്തി തീർക്കുമ്പോൾ തന്നെ സമകാലിക ജീവിതത്തിൽ നാം അവരെ എത്രത്തോളം അനുഗമിക്കുന്നുണ്ട് എന്ന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ള ചര്യകളെ ചാണിന് ചാനായും മുഴത്തിന് മുഴമായും പിൻപറ്റും. ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ ലദഖൽതുമു. അവർ ഒരു കുടുംബിന്റെ പൊത്തിൽ കയറിയാൽ നിങ്ങളും അതിൽ കയറും. സഹബാക്കൾ ചോദിക്കുന്നത്, അൽ യഹൂദ വൻ നസാറ, പ്രവാചകരെ താങ്കൾ പറയുന്നത് ഞങ്ങൾ യഹൂദ നസാറകളെ അനുകരിക്കുമെന്നാണോ? ഖാല ഫമൻ, റസൂൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ജൂദായിസത്തെ നിങ്ങൾ അംഗീകരിക്കും എന്നതല്ലാതെ മറ്റെന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. പുതിയ കാലത്ത് ജൂത പാശ്ചാത്യ സംസ്കാരങ്ങളോടുള്ള നമ്മുടെ വിയോജിപ്പ് കേവലം നോമ്പിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. നാം ഇടപെടുന്ന മേഖലകളിൽ ചിന്താപരവും ആശയപരമായിട്ടുള്ള വിയോജിപ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രകടിപ്പിക്കേണ്ടുന്ന ഏറ്റവും വലിയ സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ജൂത സയനിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭൗതികവാദ ചിന്തകൾ, ലിബറലിസം, ധാർമ്മികതയില്ലാത്ത സ്വാതന്ത്ര്യവാദം, ഇതൊക്കെ ഇന്ന് മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ ജൂത ആഘോഷങ്ങൾ, യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് ഓരോ വർഷങ്ങളിലും ആഘോഷങ്ങൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളിന്റെ പേരിലുള്ള ഭ്രാന്തൻ ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ആഘോഷങ്ങളുടെ തലങ്ങൾ ഇന്ന് വിശാലമായി കൊണ്ടിരിക്കുന്നു. ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറം ഹൃദയശുദ്ധിക്കും അള്ളാഹുവിനോടുള്ള അനുസരണത്തിനും ഇസ്ലാമിക ആഘോഷങ്ങളിൽ പോലും വലിയ പ്രാധാന്യം നൽകിയ ദീനുൽ ഇസ്ലാമിന്റെ ആളുകൾ പലപ്പോഴും ഇന്ന് ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ അതും മറികടന്നുകൊണ്ട് അതിന്റെയും അപ്പുറത്തേക്കുള്ള ആഘോഷങ്ങളെ പുൽകാൻ, ജൂദായിസത്തെ പിന്തുടരാൻ മുസ്ലിം സമൂഹം പോലും തയ്യാറാവുന്നു എന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ധനസമ്പാദനത്തിലെ സൂക്ഷ്മത യഹൂദന്മാരുടെ ഏറ്റവും പ്രധാന സ്വഭാവമായി ഖുർആൻ പറഞ്ഞത് അഖ്ദിഹിമുർ റിബ, ജനങ്ങളുടെ സ്വത്ത് അപഹരിക്കുകയും പലിശ തിന്നലുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശുറാന്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന നമ്മൾ പലിശയിൽ അധിഷ്ഠിതമായ നിലപാടിലൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ നോമ്പും നമ്മുടെ നിലപാടും 2 ധ്രുവങ്ങളിലാണ് എന്ന് മാത്രമാണ് നമുക്കതിനെ കുറിച്ച് പറയാൻ കഴിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂരതയ്ക്കെതിരെയുള്ള മാനുഷികവും ധാർമ്മികവുമായ വിയോജിപ്പ് ഈ ആശുറ എന്ന നോമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സയനിസ്റ്റ് ശക്തികൾ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും മുമ്പിൽ അവരെ പിന്തുണയ്ക്കാതിരിക്കുക, അവരുടെ ഉപഭോഗ സംസ്കാരത്തെയും ബ്രാൻഡുകളെയും ആവുന്നത്ര ബഹിഷ്കരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമുള്ള ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ നിലപാടായി ഗസയിൽ കൊന്നെടുക്കുന്ന പിഞ്ചുമക്കളുടെ രക്തത്തിൽ എനിക്കൊരു ശതമാനം പോലും പങ്കില്ല എന്ന് ഊട്ടിയുറപ്പിക്കേണ്ട ഒന്നുകൂടിയാണ് ആശുറാന്റെ മുഹറം 10 നിലപാടിന്റെ നോമ്പ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന പരലോക വിജയത്തിന് വേണ്ടി ആദർശ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, അക്രമികളുടെ ചതിക്കുഴികൾ വീഴാതെ നമ്മുടെ തനിമയും നമ്മുടെ ആദർശവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുഹറമിലെ ഈ 10 നോമ്പ് ഒരു നിലപാടായി ജൂദായിസത്തിനെതിരെ, സമകാലിക സയനിസ്റ്റുകൾക്കെതിരായി ഇസ്ലാമിന്റെ തനിമയും ഇസ്ലാമിന്റെ പരിശുദ്ധതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു നിലപാടിന്റെ നോമ്പായി നാം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിന്റെ പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വലിയ വിമോചനത്തിന് അനന്ത സാധ്യതകൾ ഒരുക്കുന്ന ഒരു പുതിയ വർഷമായി പടച്ച തമ്പുരാൻ ഇതിനെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അഖൂലു ഖൗലി ഹാദാ